ആശയ രാഷ്ട്രീയത്തിൻ്റെയും ആദർശ രാഷ്ട്രീയത്തിൻ്റെയും കാലം കഴിഞ്ഞു. ഒരു കാലിവിടെ ഒരു കാലപ്പുറത്ത്, മറ്റേ കാലിപ്പുറത്ത് ഇപ്പുറത്ത്. അങ്ങനെ 2 വള്ളത്തിലല്ല 4 വള്ളത്തിൽ വേണമെങ്കിലും കാലും കൈയും വെച്ച് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ കഴിയുന്ന പുതിയ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇന്നിപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന CC മുകുന്ദൻ BJPയിലേക്ക് പോകുന്നു. കോൺഗ്രസ് കൈവിട്ടപ്പോൾ BJPയിലേക്ക് പോകുന്നു. നേരത്തേക്കാണെങ്കിൽ ആണ്ടിലോ വർഷത്തിലോ വല്ലപ്പോഴും ഒരിക്കലായിരിക്കും സ്ഥാനാർത്ഥികളായിട്ട് ആർക്കെങ്കിലും സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നാൽ സ്വതന്ത്രനായി നിൽക്കുക, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഇപ്പോൾ വ്യാപകമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നത്. കെ സുധാകരൻ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല, ആകപ്പാടെ കരഞ്ഞു വിളിച്ച് നടക്കുകയാണ്. G സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഐഷ പോറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അവഗണിച്ചു അല്ലെങ്കിൽ അവഹേളിച്ചു എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നു. രശ്മി കോൺഗ്രസ്സുകാർ അവഹേളിച്ചു എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കൊട്ടാരക്കലിലെ സ്ഥാനാർത്ഥി രശ്മി BJPയിലേക്ക് പോകുന്നു. കമ്മ്യൂണിസ്റ്റുകാർ അവഹേളിച്ചു എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരുടെ ജിഹുവായിരുന്ന രാജേന്ദ്രൻ BJPയിലേക്ക് പോകുന്നു. അങ്ങനെ രസകരമാണ്. ഓരോ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓരോരുത്തരും PK ശശി സ്വതന്ത്ര പാർട്ടി ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പയ്യന്നൂർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ഇടയ്ക്ക് ഒരാൾ വന്നിപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റി അങ്ങിറങ്ങിപ്പോയി അദ്ദേഹം വേറെ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രനായി ചിന്തിക്കുന്നു, കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഓരോ സ്ഥലത്തും ഇതിനിടയ്ക്ക് VS ശിവകുമാറിൻ്റെ പേര് കേൾക്കുന്നു. അദ്ദേഹത്തിന് അരുവിക്കരയോ തിരുവനന്തപുരം സെൻട്രലോ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും മാറി ചിന്തിക്കും, വേറെ കാര്യങ്ങൾ ചിന്തിക്കുമെന്ന് പറയുന്നു. വേറെ കാര്യങ്ങൾ ചിന്തിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം BJPയിലോ CPMലോ പോകുമെന്നാണല്ലോ, മറ്റെന്ത് ചിന്തിക്കാനുള്ളത്. അവിടെ തിരുവനന്തപുരം സെൻട്രലാണെങ്കിൽ CP ജോണിന് കൊടുത്തു. CP ജോണിന് ജയിക്കോ ഇല്ല എന്നുള്ളത് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം, മറ്റൊരു ഒരു എപ്പിസോഡായിട്ട് ചർച്ച ചെയ്യാം. പക്ഷേ CP ജോണിന് കൊടുത്തു. CP ജോണിന് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മാറ്റമുണ്ടായി. അഖിൽ മാരാർ കോൺഗ്രസുമായി ആഭിമുഖ്യത്തിൽ നിന്നൊരാളാണ്, അദ്ദേഹം BJPയിലേക്ക് ചേർന്നു. ബാബു ദിവാകരൻ എന്ന് പറയുന്ന അടൂരിലെ DCC ജനറൽ സെക്രട്ടറി 2020 കുന്നത്ത് നാടിലെ സ്ഥാനാർത്ഥിയായിട്ട് പോയി കഴിഞ്ഞു. അങ്ങനെ നല്ല ബാബു ദിവാകരൻ ഇന്നലെ BJPയുടെ NDA യോഗത്തിൽ വെച്ച് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു. അങ്ങനെ കേരളത്തിലാകമാനം അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ രാവിലെ BJP, ഉച്ചയ്ക്ക് കോൺഗ്രസ്, വൈകിട്ട് കമ്മ്യൂണിസ്റ്റ്, അല്ലെങ്കിൽ രാവിലെ കമ്മ്യൂണിസ്റ്റ്, ഉച്ചയ്ക്ക് കോൺഗ്രസ്, വൈകിട്ട് BJP, അല്ലെങ്കിൽ തിരിച്ച് ഏത് പാർട്ടിയിൽ നിൽക്കുന്നതിനും ഏതിലേക്ക് പോകുന്നതിനും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത പുതിയ ജനാധിപത്യത്തിൻ്റെ കാലമാണ് നമ്മൾ കാണുന്നത്. നല്ല രസമാണ്. അധികാരമെന്ന് പറയുന്നതിൻ്റെ അപ്പക്കഷ്ണം കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും നെഞ്ചിലടിച്ച് കരയാണ്. MP ആയാൽ പോരാ, MLA ആവണം. MLA ആവുകയാണ് ലക്ഷ്യം, അതിലൂടെ മന്ത്രിയാവണം. 18 പേരുടെ പേരാണ് മഠം കൊടുത്തിരിക്കുന്നത്. ശിവഗിരി മഠം 18 ഈഴവരുടെ പേരാണ് KPCCക്ക് കൊടുത്തിരിക്കുന്നത്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്തില്ല. അതെന്താണെന്നറിയില്ല. BJPക്ക് കൊടുത്തില്ല. ഈ കോൺഗ്രസ്സിന് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. ഇനി BJPക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ മഠത്തിലുള്ളവരെല്ലാം കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുമോ അതറിയത്തില്ല. എന്തായാലും 18 സീറ്റിൽ കോൺഗ്രസ്സുകാർ മഠം പറയുന്നവർ നിൽക്കണം. അപ്പോഴാണ് മഠത്തിൻ്റെ മറ്റൊരു സന്യാസി മഠത്തിൻ്റെ മറ്റൊരാൾ നേതാവ് ഒരു സ്വാമി പറയുന്നു, അങ്ങനെയൊന്നും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല, അത് സച്ചിദാനന്ദ സ്വാമികളുടെ വ്യക്തിപരമായി കൊടുത്തൊരു ലിസ്റ്റാണ്, അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് മഠത്തിനില്ല എന്ന് പറയുന്നു. അങ്ങനെ ജാതിയും മതവും വർഗവും ഗോത്രവും എല്ലാം കൂടി കുഴഞ്ഞ് രാഷ്ട്രീയ രംഗം ആകെ മലീമസമാകുന്ന അശ്ലീലമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഒരു സ്ഥാനാർത്ഥികൾക്ക് ഒരിടത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഉടൻ തന്നെ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പോകും. നേരത്തെ ആണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്കും മാത്രമേ പോകാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ഒരു BJP കൂടെ വന്നതോടുകൂടി എല്ലാവർക്കും വലിയ സാധ്യതയാണ്. താരമൂല്യമുള്ള ആളുകൾക്കെല്ലാം വലിയ സാധ്യതയാണ്. G സുധാകരൻ്റെ പിറകിൽ കോൺഗ്രസ് നടക്കുന്നു, BJP നടക്കുന്നു, BJP ചർച്ച ചെയ്യുന്നു, ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ ആർക്ക് കിട്ടിയാലും, അതുപോലെ സെലിബ്രിറ്റികളെയും വലിയ സെലിബ്രിറ്റികൾക്കും ഈ വലിയ മുൻതൂക്കമുള്ള അല്ലെങ്കിൽ കൈത്തൂക്കമുള്ള നേതാക്കൾക്കും എല്ലാ പാർട്ടിയിലും സ്വീകരണം കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പൊളിറ്റിക്സാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവം. ഇനിയിപ്പോൾ ഇലക്ഷൻ വരികയാണ്. ഇനി സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത എത്ര പേരായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കളിക്കുക എന്ന് നമുക്കറിയത്തില്ല. MM ഹസന് സ്ഥാനാർത്ഥിത്വം ഉണ്ടോ ഇല്ലയോ, പക്ഷേ ഹസൻ എവിടെയെങ്കിലും പോകാൻ സാധ്യതയില്ല. അതേസമയം സ്ഥാനാർത്ഥിത്വമില്ലാത്ത സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിത്വം ഉണ്ടോ നമുക്കറിയില്ല. അയാൾ BJPയിൽ നിന്ന് പോയി കോൺഗ്രസിലേക്ക് ചേക്കേറിയതാണ്. എന്താ സംഭവിക്കുന്നില്ല. പത്മജയ്ക്ക് സ്ഥാനാർത്ഥിത്വം ഉണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ, അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ സ്ഥാനാർത്ഥിത്വമുള്ളവരും ഇല്ലാത്തവരും തമ്മിൽ വലിയ അന്തരമാണ്, വലിയ സംഘർഷമാണ് നടക്കുന്നത്. അതിനിടയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള ഒരു കൂറുമാറ്റമെന്നോ കാലുമാറ്റമെന്നോ പറയുന്ന രൂപത്തിലാണ് ഓരോ ജില്ലയിലും
സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്കാണ് നൂറുകണക്കിന് പ്രാദേശിക പ്രവർത്തകർ, സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റുമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ, പിന്നെ BJPയുടെ പ്രവർത്തകർ എല്ലാവരും ഇങ്ങനെ മാറിക്കളിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ ദിവസവും ഇങ്ങനെ ആളുകളെ സ്വീകരിക്കുന്ന പരിപാടിയിലാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആളുകൾ ചേരുന്നു, കോൺഗ്രസ്സിലും ചേരുന്നു, എല്ലാ പാർട്ടികളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആളുകൾ ചേർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പ്രമുഖ നേതാക്കൾ കൃത്യമായി അവർക്ക് സീറ്റ് കിട്ടാതെ, ഒരിടത്ത് സീറ്റ് കിട്ടാതെ വരുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ 70 വയസ്സ് കഴിഞ്ഞാലും സ്ഥാനത്തേക്ക് വീണ്ടും അധികാര സ്ഥാനത്തേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ചെറുപ്പക്കാരായി രാഷ്ട്രീയത്തിൽ വരുന്നവർക്ക് പെട്ടെന്ന് സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതൊരു അധികാരത്തിൻ്റെ ഒരു ഇടമായി മാറി എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള പാർട്ടിയിൽ, ഇഷ്ടമുള്ള സമയത്ത്, ഇഷ്ടമുള്ള കാലത്തോളം നിൽക്കാനും മാറാനും കഴിയുന്ന പുതിയ ജനാധിപത്യമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ രാജ്യത്ത് ഒരിടത്തും സംഭവിക്കാത്ത രീതിയിലുള്ള കൂറുമാറ്റമാണ് കേരളത്തിൽ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. PK ശശി പോകുന്നു, സുധാകരൻ വേള ഉണ്ടാക്കി പുറത്തു പോയി, ഐഷാഖ് പോറ്റി പോയി, രശ്മി പോയി, രാജേന്ദ്രൻ പോകുന്നു. അങ്ങനെ ഓരോ സ്ഥലം എടുത്ത് നോക്കൂ, നിങ്ങൾ ഏത് ജില്ല എടുത്ത് നോക്കൂ, ഏത് ജില്ല എടുത്താലും അവിടെയെല്ലാം ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന നേതാക്കളുടെ നിരയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അസംതൃപ്തരായിട്ടുള്ള ഒരു സംഘം നേതാക്കൾ. അതും കൂടിയാകുമ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം. ഇതിനിടയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേതാമേനോനെ പോലെയുള്ള, ശോഭനയെ പോലുള്ള, കൃഷ്ണകുമാറിനെ പോലെയുള്ള, അഖിൽ മാരാറിനെ പോലെയുള്ള, റോബിയെ പോലുള്ള ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിനിടയിൽ കൂടി, രമേശ് പിഷാരടിയെ പോലെയുള്ള ആളുകളൊക്കെ ഇതിനകത്ത് കയറിക്കൂടുന്നത്. അപ്പോൾ അങ്ങനെയും ഒരു വിഭാഗം ആളുകൾ, അതിനിടയിൽ മുകേഷിനെ പോലെയുള്ള ആളുകൾ വീണ കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് കാണുന്നത്. ഇനി പ്രേംകുമാർ മത്സരിക്കുമോ കഴക്കൂട്ടത്തോ അല്ലെങ്കിൽ അരുവിക്കരയിലോ തിരുവനന്തപുരത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ പ്രേംകുമാർ മത്സരിക്കുമോ? പ്രേംകുമാറിൻ്റെ പേരിപ്പോൾ സജീവമായിട്ടില്ല, പക്ഷേ ഇത് എന്ന് പറയാനും കഴിയില്ല. അങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ ഇങ്ങനെ ദിവസവും മാറി മറിഞ്ഞു വരുന്ന രീതിയാണ്. ഇതിനിടയിലാണ് എത്ര ജാതിക്കാർക്ക്, ഓരോ ജാതിക്കാർക്കും എത്ര സീറ്റ് കിട്ടി, എവിടെ സീറ്റ് കിട്ടി, അതിൻ്റെ കണക്കെടുക്കുന്നു. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന 9-ാം തീയതി ഏപ്രിൽ 9 നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും പരസ്പരം കാലുമാറുന്നതിൻ്റെയും കൂറുമാറിൻ്റെയും കണക്കുമൊക്കെ പരിശോധിച്ചാൽ മലീമസമാകുന്ന, അശ്ലീലമാകുന്ന ഒരു ജനാധിപത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശയത്തിൻ്റെയോ ആദർശത്തിൻ്റെയോ രാഷ്ട്രീയമൊക്കെ വിട്ടുകൊണ്ട് കേവല അധികാരത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് എല്ലാവരും പരസ്പരം പോരടിക്കുന്ന പുതിയ കാഴ്ച. അതിനകത്ത് ജാതി, മതത്തെ, വർഗത്തെ, വർണ്ണത്തെ എല്ലാം വളരെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കൂടെ ആകുമ്പോൾ, ഇടതുപക്ഷ പാർട്ടികളും കൂടെ ആകുമ്പോൾ വളരെ മനോഹരമാണ് നമ്മുടെ ചിന്ത.